ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മുടെ മനോഹർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. പരോളിന് അവൻ 3 ദിവസത്തിന് വേണ്ടിയിട്ടാണ് അവൻ ഇറങ്ങുന്നത്. അവൻ മനസ്സിൽ നിശ്ചയിക്കുന്നുണ്ട്, തൻ്റെ കുഞ്ഞിനെ കാണണം, ആ കുഞ്ഞിനെ എടുക്കണം, ആരൊക്കെ എന്തൊക്കെ തടസ്സം പറഞ്ഞാലും ആ കുഞ്ഞിനെ എനിക്ക് എടുക്കണം, അതിനുശേഷം മാത്രമേ താൻ ജയിലിലോട്ട് തിരികെ വരികയുള്ളൂ എന്ന് ഉറച്ച തീരുമാനത്തോടു കൂടി, ഉറച്ച മനസ്സോടു കൂടി തന്നെയാണ് മനോഹർ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നത്. എന്തായാലും അതൊട്ടും ഇഷ്ടപ്പെടാതെ ജയിലിന്റെ അകത്ത് നിൽക്കുകയാണ് രാഹുലും അതുപോലെ വിക്രവും. രാഹുൽ പറയുന്നുണ്ട്, എത്രയും വേഗം തന്നെ എൻ്റെ മകളെ ഇത് അറിയിക്കാൻ പറ്റുമെങ്കിൽ അത് അറിയിക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്തായാലും മനോഹറിന്റെ ആഗ്രഹം നിറവേറ്റുകയാണ്. വന്ന പാടെ തന്നെ സരയുവിൻ്റെയും തൻ്റെ കുഞ്ഞിൻ്റെയും പുറകെ തന്നെയാണ് അവൻ്റെ കണ്ണുകൾ. ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എനിക്ക് എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാർത്തികയുടെ വിവാഹം അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ശാരിയും സരയും കൂടിയിട്ട് കുഞ്ഞിനെയും കൊണ്ട് ഒരു ചെറിയൊരു പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് പോകുകയാണ്. അങ്ങനെ കുഞ്ഞിക്ക് ടോയ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി കടയിൽ കയറുന്നുണ്ട്. ആ കടയിലോട്ട് തന്നെ മനോഹറും എത്തുകയാണ്. മനോഹർ ഇവരുടെ മറഞ്ഞു നിന്ന് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ അവിടെ നിർത്തി അവരെന്തോ നോക്കാൻ വേണ്ടി തിരിഞ്ഞ സമയത്ത് കുഞ്ഞിനെ അവൻ എടുക്കുകയാണ്. എന്നിട്ട് കുഞ്ഞിനെ മാറി നിന്ന് കൊഞ്ചിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞിനെ കാണാതെ വരുമ്പോൾ സരയും ശാരിയും തിരയുകയാണ്. പെട്ടെന്നാണ് മനോഹറിന്റെ കയ്യിൽ തൻ്റെ കുഞ്ഞിരിക്കുന്ന കാഴ്ച കാണുന്നത്. സരയു ഞെട്ടിപ്പോവുകയാണ്. ഇവനെങ്ങനെ ഇവിടെ എന്നിങ്ങനെ ചിന്തിക്കുകയും അതുപോലെ തന്നെ കുഞ്ഞിനെ തട്ടിപ്പറിക്കുകയും മനോഹറിനെ ഒരുപാട് വഴക്ക് പറഞ്ഞ് അവനെ അവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മനോഹർ ഓടി രക്ഷപ്പെടുകയാണ്. ആൾക്കാർ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സരയു ഒച്ചെടുത്താൽ അതാകെ പ്രശ്നമാകും. അതുകൊണ്ട് മനോഹർ ഓടിപ്പോകുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ സരയുവിൻ്റെ ആ ഒരു സന്തോഷവും ആ ഒരു മൂഡും അപ്പം അങ്ങനെ നശിച്ചു പോവുകയാണ്. വേഗം തന്നെ അച്ഛൻ്റെ അരികിലേക്ക് ജയിലിലോട്ട് ചെല്ലുകയാണ്. എന്താ അവനെ ഇവിടെ പുറത്ത് കണ്ടല്ലോ എന്നുള്ള അന്വേഷണവുമായിട്ട്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, മോള് വരാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു, അവൻ പരോളിൽ ഇറങ്ങിയതാണ് മോളെ എന്ന് പറയാണ്. അപ്പോൾ അവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ അവൻ ഇനി തിരിച്ചിങ്ങോട്ട് കയറില്ല, ഞാൻ കൊന്നുകളയും, എൻ്റെ കണ്ണ് വെട്ടിച്ച് അവൻ കുഞ്ഞിനെ എടുക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായി ആളി കത്തിച്ചു കൊടുക്കുകയാണ്. ആ ഒരു കനല്, സരയുടെ മനസ്സിലുള്ള ആ ഒരു കനല് നന്നായി ആളി കത്തിച്ചു കൊടുക്കുന്നുണ്ട് രാഹുൽ. അങ്ങനെ രാഹുലിന്റെ നിർദ്ദേശപ്രകാരം തന്നെ രാഹുലിന് പരിചയമുള്ള 2 ഗുണ്ടകളെ ചെന്ന് കാണുകയാണ് സരയു കുറെ പൈസ അവർക്ക് നേരെ നീട്ടിയിട്ട് പറയുന്നുണ്ട്, എത്രയും വേഗം തന്നെ ഇങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് മനോഹറിന്. ഇവൻ ജയിലിലാണ്, അവൻ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്, അവൻ ഈ നാട്ടിൽ തന്നെയുണ്ട്, കണ്ടെത്തണം, അവനെ കണ്ടു കഴിഞ്ഞാൽ കുത്തിക്കൊന്നേക്കണം, പിന്നെ അവൻ്റെ ബോഡി ആരും കാണാതെ എവിടെയെങ്കിലും മറവും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആർക്കും കിട്ടരുത് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഏറ്റു മേഡം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നുണ്ട്. എന്തായാലും മേഡത്തിന് കയ്യിൽ നിന്ന് വാങ്ങിയ പൈസയ്ക്കുള്ള ഉപകാരം ആ ഒരു നന്ദി അവർ കാണിക്കുകയാണ്. മനോഹറിനെ പിടിച്ചു കെട്ടുകയും മനോഹറിന്റെ കയ്യിൽ, അതായത് അവന്റെ വയറിൽ നേരെ ഒരുത്തൻ അവനെ പിടിച്ചു കെട്ടുകയും ഒരുത്തൻ കത്തി കൊണ്ട് ആഞ്ഞു കുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ എന്തായാലും മനോഹറിന് കുത്ത് കിട്ടില്ല. അവിടെ ഒരു പക്ഷേ നമ്മുടെ കിരണോ മറ്റാരെങ്കിലും, കിരണാവാനാണ് സാധ്യത, അവിടെ എത്തുകയും അതുപോലെ അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അവരെ കിടിച്ചിടുകയും മനോഹറിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുകയാണ്. എന്തായാലും മനോഹർ വന്ന പാടെ തന്നെ കിരണിനെ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ പരോളിൽ ഇറങ്ങിയെന്നും എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണമെന്നും അവൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കിരണിനറിയാം മനോഹർ പുറത്തിറങ്ങി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സരയു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തു കൂട്ടിയതൊക്കെ അറിയാലോ. 2 പ്രാവശ്യമാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന മനോഹറിനെ, അതായത് തല പൊട്ടി പുറത്തിറങ്ങിയ മനോഹറിനെ കൊല്ലാൻ ശ്രമിച്ചത്. അപ്പോൾ പരോളിൽ ഇറങ്ങിയ അവനെ വെറുതെ വിടില്ല സരയു എന്ന് കിരണിനറിയാം. അതുകൊണ്ട് തന്നെ മനോഹറിന്റെ പുറകെയും ഒരു കണ്ണുണ്ടായിരുന്നു. അങ്ങനെയാണ് മനോഹറിനെ രക്ഷപ്പെടുത്തുന്നത് ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും. ഗുണ്ടകൾ എന്തായാലും സരയുവിനെ വിളിച്ച് കാര്യം പറയുകയാണ്, ഞങ്ങൾക്ക് അവനെ കൊല്ലാൻ പറ്റിയില്ല, ഞങ്ങൾ തന്നെ രക്ഷപ്പെട്ടത് ഒരു വിധനയാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും സരയു ആകെ അവരൊക്കെ ഒരുപാട് വഴക്ക് പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഈ കല്യാണത്തിൻ്റെ ആ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെയാണ് കാണിക്കുന്നത്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ഭയവുമുണ്ട്. ഇവൻ ഗംഗപ്രസാദിനെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ആ ഭയവും അവരെ മനസ്സിൽ അങ്ങനെ നിഴലിച്ച് നിൽക്കുകയാണ്.
അതുപോലെ തന്നെ വേലു അറിഞ്ഞിട്ടില്ല, ഇതുവരെയും അറിഞ്ഞിട്ടില്ല തൻ്റെ പെണ്ണിൻ്റെ വയറ്റിൽ, അതായത് അമലുവിൻ്റെ വയറ്റിൽ ആ ദുഷ്ടൻ്റെ കുഞ്ഞുണ്ടായിരുന്നെന്നും ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ അവൻ അറിയില്ല. അവനെയും അതുപോലെ മൂപ്പത്തിയെയും അറിയിക്കാതെയാണ് മറ്റു ചിലർക്ക് മാത്രമേ ആ വീട്ടിൽ ആ രഹസ്യം അറിയുകയുള്ളൂ. അങ്ങനെ അതിനുശേഷമാണെങ്കിലും ഈ പറയുന്ന ദിലീപിന്റെ വീട്ടുകാരും എല്ലാവരും തന്നെ കാർത്തികയുടെ വീട്ടിലേക്ക് 2 ദിവസം മുന്നേ തന്നെ വരികയാണ്. ഇവിടെ വെച്ചിട്ടാണ്, എല്ലാവരും ഈ വീട്ടിലാണുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു ഹാളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവിടെയാണ് പിന്നീട് കല്യാണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗംഗപ്രസാദും കൂട്ടരും ദിലീപിന്റെ വീട് ലക്ഷ്യം വെച്ചിട്ടാണ് നിൽക്കുന്നത്. അവന്റെ വീട്ടിൽ പോയിട്ട് അവനെ ഇല്ലാതാക്കണം, അവനെ ഇല്ലാതാക്കി കഴിഞ്ഞാലും കല്യാണം മുടങ്ങുമല്ലോ എന്നൊരു ധാരണയിലാണ് ഗംഗ നിൽക്കുന്നത്. പക്ഷേ ഗംഗയുടെ ധാരണ തെറ്റിപ്പോകും. ആ വീട്ടിലെത്തുമ്പോൾ അവിടെ ആരും ഉണ്ടാകില്ല. 2 ദിവസം മുന്നേ തന്നെ പെണ്ണും വീട്ടിലേക്ക് ഇങ്ങനെ ഒരു പോക്കും ചടങ്ങൊന്നും ഇല്ലല്ലോ, അത് അവനക്ക് അറിയില്ല. അത് നേരത്തെ മുൻകൂട്ടി ഇവരിങ്ങോട്ട് പോരുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇനി വേറെ നിവൃത്തിയൊന്നുമില്ല. കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഹാളിലേക്ക് എത്തണം, ഇല്ലെങ്കിൽ കാർത്തികയുടെയൊക്കെ എല്ലാവരും ഉള്ള ആ ഒരു വീട്ടിലേക്ക് എത്തണം. പക്ഷേ എങ്ങനെയെങ്കിലും അത് നടത്താൻ വേണ്ടി അവൻ വേഷം മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഹാളിലായാലും നമ്മുടെ പ്രകാശനാണ് മുന്നിൽ തന്നെ നിൽക്കുന്നത്, ഒരു കാവൽ, ഒരു സെക്യൂരിറ്റി എന്ന രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ആര് വന്നു കഴിഞ്ഞാൽ ഒരു പരിശോധന, ദേഹ പരിശോധനയൊക്കെ ഉണ്ട്. അത് ആരാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ ഹാളിലേക്ക് വിടുന്നുള്ളൂ. തൻ്റെ മകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പ്രകാശൻ അങ്ങനെ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ കിരണും മറ്റുള്ള രതീഷും ബൈജു അങ്ങനെ എല്ലാവരും, വേലും എല്ലാവരും അങ്ങനെ ഒരു നല്ല 4 കണ്ണുള്ള പോലെയാണ് അവരെല്ലാവരും ചുറ്റും ശ്രദ്ധയോടുകൂടി നടക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദ് എന്തായാലും ആ കല്യാണ മണ്ഡപത്തിൽ ഒരു വിധത്തിൽ അവിടേക്ക് കയറി പറ്റുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവിടെ വെച്ചിട്ട് അവൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടിയും ദിലീപിനെയും കാർത്തികയും കൊല്ലാൻ വേണ്ടിയൊക്കെ പിടിച്ചു നിൽക്കുന്ന സമയം തന്നെ വേലു ആ കത്തിയെടുത്തിട്ട് അവനെ ഇങ്ങനെ എറിയുകയാണ്. അങ്ങനെ ആ സമയം വേലുവിനോട് ഒരുപക്ഷെ ആ സത്യം നമ്മുടെ ഗംഗ പറയും, എൻ്റെ കുഞ്ഞ് നിന്റെ പെണ്ണിന്റെ വയറ്റിലുണ്ടായിരുന്നടാ എന്ന സത്യം അറിയിക്കുന്നുണ്ട്. എന്തായാലും മരിക്കുകയാണ് താൻ. അപ്പൊ അതുകൊണ്ട് ആ മരണത്തോടു കൂടി മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ എങ്ങനെയൊക്കെ പറ്റും അങ്ങനെയൊക്കെ രീതിയിൽ അവൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വേലു അത് അറിയുമ്പോൾ വളരെ സങ്കടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറച്ചു വെച്ചതിന് എല്ലാവരെയും കുറ്റപ്പെടുത്തുകയും ഇങ്ങനെ ഒരു അബദ്ധം അമലുവിന് പറ്റിയെങ്കിലും എന്നോട് മാത്രം ഇത് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാനത് ആരോടും അറിയിക്കാതെ ഞാൻ തന്നെ അത് അബോർട്ട് ചെയ്യുകയും അതുപോലെ എൻ്റെ അമലുവിനെ ഞാൻ ഒരിക്കലും കൈവിടില്ല, ഇതിപ്പോൾ എല്ലാവരെയും അറിയിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നിങ്ങനെ വേലു കിരണിനെയും കല്യാണിയോടൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആ ഒരു കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ ഇവന്റെ ഗംഗപ്രസാദിന്റെ മരണം ഉറപ്പിച്ചിട്ടുണ്ട്. അതിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ മനോഹറും അതിൻ്റെ അകത്തുണ്ടായിരിക്കും ഒരുപക്ഷെ എന്തായാലും. അതായത് തൻ്റെ കുഞ്ഞിനെ തൻ്റെ ജീവൻ രക്ഷപ്പെടുത്തിയതും തൻ്റെ കുഞ്ഞിന് പ്രൊട്ടക്ഷൻ നൽകുന്നതും ഒക്കെ കല്യാണിയും കിരണുമാണ്. അത് തൻ്റെ കുഞ്ഞിനും കൂടിയിട്ട് ആപത്താണ് ഈ ഗംഗപ്രസാദ്. അതുകൊണ്ട് തന്നെ അവന്റെ ലക്ഷ്യം നിറവേറ്റാൻ സാധിച്ചില്ലെങ്കിൽ അതൊരു പിഞ്ചു കുഞ്ഞായാൽ പോലും അവൻ കൊലവിളിക്കുമെന്ന് മനോഹറിനറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഒപ്പം കൂടെ നിന്നിട്ട് മനോഹർ ഗംഗയെ കൊല്ലാൻ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ സരയുവിന്റെ തെറ്റിദ്ധാരണ മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തുന്നത്. കല്യാണം നല്ല ഗംഭീരമായി നടക്കുന്നുണ്ട്. അങ്ങനെ നല്ല സന്തോഷ നിമിഷങ്ങളിലൂടെയാണ് ഗംഗപ്രസാദിന്റെ അന്ത്യവുമാണ് വരുന്ന ആഴ്ചയിൽ കാണിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.